ഹലോ അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ നിങ്ങളെയൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഈ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ചിലപ്പോൾ നിൽക്കൂട്ടോ. ഈ 15-ാം തീയതി വന്നാലറിയാം നമ്മളെ ചാനൽ ഉണ്ടാകുമോ ഇല്ലേ നോക്കട്ടോ. ആ ഒരു ഇടങ്ങേറിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. ആ ഒരു ഇടങ്ങേറോട് ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടക്കോലോ, ഒരുപാട് ചാനലുകളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ 15-ാം തീയതി ആകുമ്പോഴത്തേന് എന്തൊക്കെയോ പുതിയ ഇതൊക്കെ അപ്ഡേഷനൊക്കെ നമ്മളെ യൂട്യൂബിൽ വന്നിക്കണേ. അപ്പം കോപ്പി അടിച്ചത് ഇടാൻ പാടില്ല. പിന്നെ വോയിസ് കൊടുക്കുന്നത് നമ്മളെ സ്വന്തമാകണം. പിന്നെ 18 വയസ്സാണ് കുട്ടികൾക്ക് യൂട്യൂബിൽ നിൽക്കാൻ പറ്റുള്ളൂ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓരോപ്പം വലിയ ആൾക്കാർ നിന്നുകാണ്ട് നിൽക്കണം. പിന്നെ ഒരു പൂച്ചൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കണല്ലോ. ഈ എന്താ ഇനി പറയും, എന്തോ ഒരു പേരുണ്ട്, അത് ഞാൻ മറന്നു. അങ്ങനത്തെ ഒന്നും പറ്റൂല. പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചാനലും എന്താവും എന്നൊന്നും പറയാൻ പുടിയാടില്ല. ആ ഒരു ഇടങ്ങേറിലാണ്. പിന്നെ ഇപ്പം എന്താണെന്നറിയാം, ഒക്കെ വരുന്നോടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു നിലക്കാണ് ഇപ്പം നമ്മളീ പോണത്. സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം 4-5 കൊല്ലമായില്ലേ നമ്മൾ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഒറ്റയടിക്ക് പോകുക എന്ന് പറയുമ്പം സങ്കടം തന്നെയാണ്. പിന്നെ ഒരു ആശ്വാസമുള്ളത് എന്താ വെച്ചാൽ 4-5 കൊല്ലമായി തുടങ്ങിയാലും ഒരു വട്ടം നമുക്ക് പൈസ കിട്ടിയിക്കണല്ലോ. ആ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. പിന്നെ ഒക്കെ വരുന്നോടത്ത് വെച്ച് കാണാം. ഒക്കെ പടച്ചോൻ്റെയും അതേ പറഞ്ഞമാതിരി യൂട്യൂബുകാരെയും കജ്ജിലാണ്. അപ്പോൾ നമ്മളത് എന്താവും എന്നറിയില്ല. പിന്നെ ഭാഗ്യം ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാം. ഇല്ലെങ്കിലോ നിങ്ങൾ ഇന്നെ കാണൂല്ല കേട്ടോ. പിന്നെ ഇനി പുതിയൊരു ചാനലൊന്നും പിന്നെ ഞാൻ തുടങ്ങൂല. കാരണം ഒരു 4000 വാച്ച് അവറും അതേ പറഞ്ഞമാതിരി 1000 സബ്സ്ക്രൈബും പിന്നെ $100 ആകാനുള്ള പണി നമുക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഈ ചാനൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുതിയൊരു ചാനലൊന്നും ഞാൻ തുടങ്ങൂല കേട്ടോ. അപ്പോൾ ഇനി കണ്ടത് കാഴ്ച, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം എന്താ, ഇപ്പോൾ നമ്മളെ നാടിൻ്റെ പട്ടുകളൊക്കെ മരിച്ചു പോകണില്ലേ, അതിലും വലിയതൊന്നല്ലല്ലോ ഇപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിലെ. അപ്പോൾ അറിയില്ല എന്തൊക്കെയാണ് എന്നൊക്കെ, ഒക്കെ പടച്ചോൻ്റെ കജ്ജിൽ. അപ്പോൾ ഏതായാലും അത് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലോ നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചിരട്ടപ്പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചിരട്ടപ്പുട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ പിന്നെ ഇപ്പോൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ തന്നെ പൂതി. അപ്പോൾ അതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിറച്ചു ഇതാക്കണ്ട. ഒരു 4-5 എണ്ണം ഉണ്ടാക്കി വെച്ചാൽ അതന്നെ എമ്പാടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ കുക്കറിൽ കടലിടുകയാണ് കേട്ടോ. അപ്പോൾ കടല നമുക്ക് വേവിച്ചാലും നമ്മളെ പുട്ട് ചൂടലും ഒപ്പാക്കാം. അപ്പോൾ ഞാനിതാക്കണേ കുക്കറിൽ കടലയൊക്കെ കേകി കൊടുന്നിട്ടിക്കണേ. ഇനി നമുക്ക് ഒരു തക്കാളിയും പിന്നെ നമുക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ അരക്കണില്ല, കുറച്ച് കേങ്ങ് ഇട്ട് കൊടുക്കാം. എന്നാൽ പിന്നെ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു തക്കാളിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ, തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഒരു തക്കാളി മതി, അതന്നെ ധാരാളം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, നമ്മളെ ചായയൊക്കെ തിളച്ച് പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് വാങ്ങി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കുക്കറുണ്ട് അടച്ച് വെച്ചിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളെ പുട്ടുണ്ടല്ലോ അത് ചുട്ടെടുക്കാം. അപ്പം ഞാൻ അതൊന്ന് തള വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ആ വിസിൽ ഊരിയെടുക്കാം. നമ്മളെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ നമുക്ക് കൊണ്ടേ വെക്കാം. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിന് വെഗോന്നൊരു പണി കിട്ടും കരുതിയിട്ട് ഞാൻ എന്താട്ടി വെറുതെ അതിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ 2 എണ്ണം എടുത്ത് ഒന്ന് തൊക്കിലും വെച്ച് മറ്റേ കജ്ജിലും വെച്ചാണ് കൊണ്ടേ ചിക്കണം കേട്ടോ. ചാടിക്കഴിഞ്ഞാൽ ഒക്കെ നിലത്തേക്കാരം മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകവും ഉപ്പും ഒക്കെ ഒന്നിച്ചാണ് വാരി കൂട്ടിക്കാണ്ട് കുപ്പിക്കാണ്ട് ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ തന്നെയാണ് കൊണ്ടേ ചിക്കണം കേട്ടോ. പിന്നെ ഇതാക്കണേ, നമുക്ക് നമ്മളെ ചിരട്ടപ്പുട്ട് ചൂടണമെങ്കിൽ കുറച്ച് തേങ്ങ വേണം. അപ്പോൾ ചിരട്ടപ്പുട്ടിന് തേങ്ങ എല്ലാം ഞാൻ പറ്റൂല കേട്ടോ. കാരണം അതിൻ്റെ കണ്ണ് കുറച്ച് വലുതാണല്ലോ. അതുകൊണ്ട് പൊടി ഇട്ടാൽ അപ്പുറത്തൂടെ ചാടും. മറ്റേ ഇതിലപ്പം നമ്മളെ ഹരിശ്രീ അശോകനും മുകേഷിനോട് ചോദിച്ചില്ലേ ഇന്ന് പുട്ട് തന്നെ ആക്കണോ എന്നുള്ളത് എന്ന് പറഞ്ഞ മാതിരി ഇരിക്കാറ് കേട്ടോ. പുട്ട് പൊടി അങ്ങനെ ഇടും ചെജ്ജും ചിരട്ടിയിലൊക്കെ കാണൂല. അപ്പം നമ്മളെന്താട്ടി കുറച്ച് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. അപ്പം അങ്ങനെ ഞാനിതാക്കണേ തേങ്ങയൊക്കെ ചിരണ്ടി പിന്നെ പൊടിക്ക് ഉപ്പിട്ടിട്ടില്ല അതിന് കേട്ടോ.
കുറച്ച് ഉപ്പും പാടിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴക്കാം. അപ്പം നാളെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിന് കേട്ടോ, ചൂടുവെള്ളം കുറഞ്ഞൊരു ചൂടുവെള്ളം ഉപയോഗിച്ച് കണ്ട് പുട്ട് നനച്ചത് നല്ല സോഫ്റ്റ് ആവുന്നുള്ളത്. അപ്പം സംഗതി സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കണ്ട് ഒന്നിങ്ങനെ കുഴച്ച് ഇതാക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ ചിരട്ടയ്ക്ക് കണ്ണില്ല. ഇന്നാളെ ചുട്ട ചിരട്ട ഞാൻ കത്തിച്ചു. ഇപ്പോൾ പുതിയൊരു ചിരട്ട എടുത്തിക്കാണ് കേട്ടോ. ചിരട്ട നമുക്ക് ഉണ്ടായതുകൊണ്ട് മാറ്റി എടുക്കാമല്ലോ. അപ്പം നല്ലോണം ഒന്ന് ഉരച്ച് കേയിട്ടാം അതിൻ്റെ ഉള്ളിലൊക്കെ. ഇനി നമുക്ക് നമ്മളെ പുട്ടിന് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ഇതാക്കണേ ഞാൻ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇടുമ്പോഴും ചിരട്ടിലിടുമ്പോഴൊക്കെ കാണുന്നുണ്ടോ എന്നൊന്ന് ഫോണിലൊന്ന് പാളി നോക്കിയതാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഇതാക്കണ് നമ്മളെ അരിപ്പൊടി നല്ല സൂപ്പറായി വന്നിക്കണം കേട്ടോ. ഇങ്ങനെ പുട്ടിട്ടാൽ നല്ല പുട്ടാണ് കേട്ടോ. ഒരു പണിയില്ല മക്കളെ. തലേന്ന് വെള്ളത്തിലിടുക, പിറ്റേന്ന് ഊറ്റി വെക്കുക, ഇഞ്ഞിട്ട് പിന്നെ ഒന്ന് നിരത്തി വെക്കുക, ഇഞ്ഞിട്ട് പിന്നെ മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ നമ്മളെ സൂപ്പറായിട്ടുള്ള ചാക്കേരി ആയിട്ടുള്ള പുട്ട്. ചാക്കേരിയുടെ ഞാൻ പെട്ടത് നെല്ലുത്തേരിയാണ് കേട്ടോ. നമ്മളെ റേഷൻ പീടിയിൽ നിന്നൊക്കെ അത് നെല്ലുത്തേരി പുട്ടിടാനൊക്കെ തന്നെ പറ്റുള്ളൂ. കാരണം ഇവിടെ മക്കൾ വെച്ചാൽ തിന്നല്ല. വെച്ച് കഴിഞ്ഞാൽ മക്കൾ ചോദിച്ചു എന്തൊരു ചോറമ്മ അത് തിന്നാൻ കഴിയണില്ല, ഈ ചോന്ത ചോറാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാ പറയട്ടോ. അപ്പം ഞാൻ ഓല കണ്ണൊട്ടിച്ചാൻ വേണ്ടി ഞാൻ 2 അരിയും പാടെ കൂട്ടിയൊക്കെ ഇടും കേട്ടോ. നല്ല കുറുവരിയും ഈ നെല്ലുത്തേരിയൊക്കെ ഇട്ട് കണ്ടൊക്കെ ചോറ് വെച്ച് കണ്ടൊക്കെ ആക്കലൊക്കെ ഉണ്ട്. എന്നാലും ഓല കണ്ണൊട്ടിച്ചാനും പറ്റില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണും കേട്ടോ. അപ്പോൾ പറയും ഇത് മറ്റേ ചോറാണില്ല മാറിയിട്ടോ, അങ്ങനെ ഓല കണ്ണൊട്ടിച്ചാനും പറ്റില്ല. അപ്പോൾ ഞാൻ പറയും അല്ല എന്നൊക്കെ പറഞ്ഞു കണ്ടൊക്കെ പറ്റിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ പുട്ടിടാനേ പറ്റുള്ളൂ എന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതാക്കണേ പുട്ട് ചൂട് കൊടുക്കുക തട്ടിയിട്ടാണ് കേട്ടോ പോരാത്തത്. ഒന്ന് ചൂടാറിന് ശേഷം തട്ടിയാൽ പോരും ചേച്ചു. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടില്ല നമുക്ക് ചിരട്ടപ്പുട്ട് റെഡി ആക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ചിരട്ടപ്പുട്ട് ചൂടണമെങ്കിൽ ചിരട്ടൻ്റെ അച്ചില്ല അങ്ങനത്തെ അച്ചൊന്നും വാങ്ങണ്ട, ഈ ചിരട്ട തന്നെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചിരട്ടപ്പുട്ട് തിന്നാം. അപ്പോൾ ഇതാകുമ്പോൾ പണി ഒരുങ്ങും ചേച്ചു കേട്ടോ. മറ്റേതാകുമ്പോൾ അങ്ങനെ ചുട്ടുകൊടുക്കണ്ടേ, ഇതാകുമ്പോൾ എളുപ്പമാണ്. അങ്ങനെ ഇതാക്കണേ ബാക്കിയുള്ള പുട്ടും നമുക്ക് അങ്ങനെ ചൂടാം. പിന്നെ അതാ ഞാൻ തിജ്ജൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചോറ്റിന് വെള്ളം വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമ്മളെ റേഷൻ പീടിയത്തെ വേഗണ അരി കഴിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ഈ അരി തന്നെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. നെല്ലുത്തേരി തന്നെയാണ് കേട്ടോ ഇന്നും നമ്മൾ ചോറ് വെക്കണത്. അപ്പോൾ 2 അരിയും പാടെ കൂട്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അപ്പം കത്തിച്ചെടുക്കണം. പിന്നെ വേഗുണ്ട് കേട്ടോ ഈ അരിക്ക്. അപ്പോൾ കുക്കറിൽ വെക്കണില്ല, ഇന്ന് നമുക്ക് അടുപ്പത്ത് തന്നെ വെക്കാം. അപ്പോൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ചിട്ട് ഇതാക്കണേ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായിക്കണേ. അപ്പോൾ അതാ നെല്ലുത്തേരിയും ചാക്കേരിയും പാടെ കേകി ഒപ്പിടുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടിനും ഒരു വേഗം ആണല്ലോ. അപ്പം അങ്ങനെ ഞാൻ അതിട്ടു. അപ്പോൾ വീഡിയോ ലാസ്റ്റിക്ക് ആയപ്പോൾ തന്നെ ഒരു 10-17 മിനിറ്റ് ഉണ്ട് കേട്ടോ. അധികം ഒന്നും ഇപ്പം നിങ്ങളിൻ്റെ വീഡിയോസ് കാണൂല. അപ്പോൾ അതോട് കുറച്ച് ലെങ്ത്ത് കൂട്ടി തന്നെ എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ അങ്ങനെ ഇതാക്കണേ ചോറ്റിനൊക്കെ അരിയിട്ട് കഴിഞ്ഞിട്ട് ചാറ് ഇതാക്കണേ സൂപ്പറായി വന്നിക്കണം. ഞാൻ പറഞ്ഞില്ല ഇട്ടുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടില്ല. പിന്നെ ഞാനിതാക്കണേ നമ്മളെ വൈതലങ്ങമ്മ 2 വൈതലങ്ങ ഉണ്ടാക്കണം കേട്ടോ. അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം മൂത്ത് പോകും. അപ്പം അതിന് നിൽക്കണ്ട. വൈതലങ്ങ ഉപ്പേരി നല്ല രസമാണ് കേട്ടോ. തൂമിച്ചിക്കാണ്ട് വെറും ചോറ്റിൽ ഇങ്ങനെ കുഴച്ച് തിന്നാൻ നല്ല രസം. ഒരു ചാറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഉണ്ടായിന് ഒരു പച്ചയും 3-4 ചുവപ്പൊക്കെ ഉണ്ടായിന്. ചുവപ്പല്ല വയലറ്റ്, അതൊക്കെ പറിച്ചെടുക്കണം കണ്ടല്ലേ. നല്ല ചൊറുക്കുണ്ട് കേട്ടോ. നമ്മളെ പെരിയിൽ ഉണ്ടാക്കിയതാകുമ്പോൾ വിശ്വസിച്ച് തിന്നും ജഡ്ജാൽ അത് പറിച്ചുമ്പോൾ ഒരു സന്തോഷം. എന്താ മക്കളെ നമ്മളെ കഞ്ചോണ്ട് കുഴിച്ചിട്ടുണ്ടാക്കിയൊരു സാധനം ഉണ്ടല്ലോ, പറിച്ചുണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതാക്കണം. അതൊക്കെ പറിച്ച് കൊടുന്നിച്ചിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് ഇനി രാവിലെ അതൊക്കെ ഒന്ന് മോറിയെടുക്കണം. പിന്നെ നമ്മളെ വലിയ കുട്ടിക്ക് പോകണം. അപ്പോൾ ഓന് ചോറ് വേണം. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നേരത്തെ ചോറ് തീമട്ടിക്കണത്. അത് ഇപ്പം തീമട്ടെങ്കിലേ പോകാനാകുമ്പോഴത്തേന് വേഗമുള്ളൂ, അതാണുള്ളത്. അങ്ങനെ ഞാനിതാക്കണേ പാത്രമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മോറിയെടുക്കണുണ്ട്. ഇനി പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. ചായപൊടി കഴിഞ്ഞാൽ എല്ലാതും ഒക്കെപ്പാട് ഒന്നിച്ചാണ് പൊറുക്കിയെടുത്തിട്ടാണ് മോറും. അല്ലാതെ അപ്പോഴും മോറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയാം, മോറാൻ കജൂല എന്നല്ല, പിന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ മോറാൻ. അപ്പം അങ്ങനെ ഇതാക്കണം. ഒരുമിച്ചായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതാ കുറച്ച് കോഴി ഉണ്ടായിന് കേട്ടോ. അപ്പം ആ കോഴി ഒന്ന് പൊരിച്ചെടുക്കും ജഡ്ജ എന്നാണ് വിചാരിച്ചിരിക്കണത്. അപ്പം മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊണ്ടുപോകാനും തന്നെ അത് മതിയല്ലോ. മക്കൾക്ക് സ്കൂൾക്കും കൊണ്ടുപോകാം, നമുക്കും അതെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാനിതാക്കണേ ഉച്ചക്ക് ഈ കോഴി ഉണ്ട് പൊരിച്ചും ജഡ്ജ. വൈകുന്നേരത്തിന് പിന്നെ നമുക്ക് വല്ല മുട്ട എന്തെങ്കിലുമൊക്കെ പൊരിച്ചാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ കോഴിയൊക്കെ മസാല കൂട്ടി വെച്ചിക്കണം കേട്ടോ. ഞാൻ പിന്നെ കളറൊന്നും ചേർക്കലില്ല കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചെങ്കിലും ഞാൻ കളറൊന്നും ചേർക്കലില്ല കേട്ടോ.
നമ്മളോടൊപ്പം തക്കാരൊന്നല്ലല്ലോ നമുക്ക് തിന്നാനല്ലേ. മക്കൾ നല്ല ഒച്ചയും പുളിയാണ് കേട്ടോ. സ്കൂളില്ലല്ലോ, അപ്പം ഭയങ്കര കളിയാണ്. അതാണ് ഓല ഇങ്ങനെ കലവില എന്ന് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കൽ ചിലപ്പോൾ സ്കൂളില്ലാത്ത ഓല സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചിട്ടാണ് വോയിസ് കൊടുക്കൽ. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാനേ നമ്മളെ വൈതലങ്ങ ഒന്ന് ഞാൻ അരിഞ്ഞിടുകയാണ് കേട്ടോ. അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ പുജ്ജുണ്ടോയെന്നൊക്കെ നോക്കണുണ്ട് കേട്ടോ. ചിലതിൽ ഒരു കറുപ്പൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാൻ കുറേ ഒന്നും വെക്കണില്ല കേട്ടോ. 2-3 എടുത്തുകാണ്ട് വെക്കണുള്ളൂ. കാരണം ഒക്കെപ്പാടെ വെച്ചാൽ മക്കൾക്ക് മാണ്ടി വരില്ല. അപ്പം മക്കൾക്ക് മാണ്ട ഞാൻ തന്നെ തിന്നണമല്ലോ. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ വൈതലങ്ങയൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിക്കണേ. പിന്നെ കുറച്ച് മുരിങ്ങണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് കുറച്ച് എടുക്കണുള്ളൂ. കാരണം ഒക്കെപ്പാടെ പുഴുങ്ങി വെച്ചിട്ട് കാര്യമല്ല, കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഉച്ചക്കൊക്കെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ശനി ഞായറും പിന്നെ സ്കൂളില്ലല്ലോ. ഇന്നലെ പിന്നെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. ഇതിപ്പോൾ ഇന്നലെ ഇടേണ്ട വീഡിയോ ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര സങ്കടം, ഭയങ്കര അടങ്ങേറ്, അതൊക്കെയാണ് ഇപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നലെ ഇടാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്നും ഇടാതൊക്കാൻ വെച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത് കുറച്ച് മതി എന്നാണ് പറഞ്ഞത്. കാരണം ഉച്ചക്കൊക്കെ ഇച്ച് മതിയല്ലോ. പിന്നെ വൈതലങ്ങ ഉണ്ടായതുകൊണ്ട് തന്നെ ആ വൈതലങ്ങ ഉപ്പേരി മതി കേട്ടോ. അതുണ്ടായാൽ പിന്നെ ഒരു ചാറിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കുഴച്ച് തിന്നാൻ. അങ്ങനെ ഇതാക്കണേ മുരിങ്ങ തന്നെ ഇങ്ങനെ കവറിൽ കെട്ടി വെച്ചുകൊണ്ട് തന്നെ ഇലക്കൊഴിഞ്ഞിക്കണം കേട്ടോ. കോട്ടിൽ ഇതായിക്കാണ്ട്. അപ്പോൾ ഊരാനൊക്കെ നല്ല എളുപ്പമുണ്ടായിന് കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞാൻ ചോറൊന്ന് ഊറ്റിയെടുക്കാണ് കേട്ടോ. അപ്പോൾ ചോറ് വാർക്കുകയാണേ, അല്ലാതെ ഊറ്റല്ല. അപ്പോൾ ചോറൊന്ന് നമുക്ക് വാർത്ത് വെക്കാം. ഇനിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് വെള്ളം വറ്റിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ ചോറ് ഒന്ന് വാർത്തെടുക്കട്ടെ. വോയിസ് അങ്ങനെ കൊടുക്കണ ഇടയിൽ അങ്ങനെ പറഞ്ഞു പോകുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ കിട്ടും. ഇപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ അങ്ങനെ നിർത്തി, പിന്നെയും തുടങ്ങിയതാണ് കേട്ടോ. പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞു പോകും. പിന്നെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് തന്നെ കൂടിയായിട്ടുണ്ടാവില്ല കേട്ടോ. ഏതായാലും ചോറൊക്കെ ഒന്ന് വാർത്തുക്കണേ. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളും ഒന്ന് നോക്കാം. അപ്പോൾ ഇതാക്കണേ, നമുക്ക് വേഗം നമ്മളെ വൈതലങ്ങയൊക്കെ ഒന്ന് കേകിയിട്ട് നമുക്ക് ചെറിയ ചട്ടിയിലാണ് വെക്കണത് കേട്ടോ. അതിൽ തന്നെ ഉള്ളു ഇപ്പോൾ അത്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. വൈതലങ്ങ വെക്കുമ്പം എരുമാണ് കേട്ടോ. എന്നെങ്കിൽ വൈതലങ്ങ വെച്ചാലൊരു ബൗസുള്ളൂ കേട്ടോ തിന്നാൻ. എരിവില്ല ഞാൻ ഒരു കുണസന്നെ ഉണ്ടാവില്ല. ഇതാവുമ്പോൾ കുറച്ച് എരിവും ഉപ്പും ഒക്കെ വേണം. എന്നെങ്കിലേ ഒന്ന് കുഴച്ച് തിന്നുമ്പോൾ ഒരു രസമുള്ളൂ. അങ്ങനെ ഞാനിതാക്കണേ, നമ്മളെ വൈതലങ്ങ ഒന്ന് അടുപ്പത്ത് വെച്ചിക്കണേ. ഇനി അതവിടെ കടന്ന് വേകട്ടെ. വെള്ളമൊന്നും പാരണ്ട കേട്ടോ, പെട്ടെന്നാകും. അപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി സൂപ്പറായി വന്നിക്കണേ. ഇനി നമുക്ക് അതാണ് മാങ്ങി വെക്കാം. അപ്പം അങ്ങനെ ഉപ്പേരിയായി. ഇനി കോഴി പൊരിച്ചാണ് കേട്ടോ. നമ്മളെ കുട്ടിക്ക് മാണ്ടിയരും കരുതിയിട്ടാണ് ഇപ്പോൾ വേഗം ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് ഓനോട് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞിച്ച് മാണ്ടമ്മാണ്. അപ്പം ഇനി നമുക്കത് തൂമിച്ചണം. അപ്പോൾ എന്നും തൂമിച്ച് കണ്ട പാരല്. പിന്നെ വെളിച്ചെണ്ണയൊക്കെ പാരുമ്പോൾ ഉണ്ടല്ലോ എല്ലാ കുടിക്കാരത്തിയാക്കും കജ്ജൊന്ന് വിറക്കും. കാരണം വെളിച്ചെണ്ണക്കൊക്കെ മക്കളെ പുടുത്തം വിട്ട വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പാർന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ വെളിച്ചെണ്ണയൊക്കെ പാരുമ്പോൾ കജ്ജിനൊരു വിറയലൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വില കുറയുമെന്ന് കരുതണേ. അപ്പോൾ അതാക്കണേ, നമ്മൾ തൂമിച്ചു പാർന്നിക്കണേ. വെളുത്തുള്ളിയും പിന്നെ ജീരുള്ളിയും കരിയേപ്പും ഇട്ടിട്ട് തൂമിച്ചു. പിന്നെ ആ ചട്ടി തന്നെ നമുക്ക് കോഴി പൊരിച്ചേട്ടാ. അപ്പോൾ കോഴി പൊരിച്ചാൽ ഞാൻ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലൊന്നല്ല. വെളിച്ചെണ്ണയിലൊക്കെ കോഴി പൊരിച്ചാലൊന്നും തിന്നാതെ ഇച്ചൂല. അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ ഇതാക്കട് ഞാൻ പിന്നെ കരിയേപ്പ് ഇട്ടിക്കണം കേട്ടോ. കരിയേപ്പ് ഇട്ട് കൊടുത്താൽ മീൻ പൊരിച്ചാലും അതേമാതിരി കോഴിയൊക്കെ പൊരിച്ചാലും ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴി മസാല കൂട്ടിയപ്പോൾ കുറച്ച് മൈദപ്പൊടി കൂട്ടിക്കണം കേട്ടോ. അല്ലെങ്കിൽ കോൺഫ്ലവർ ആയാലും മതി, കുറച്ച് അരിപ്പൊടി ആയാലും മതി. എന്നാൽ നല്ല രസമാണ് കേട്ടോ. ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിച്ചാതെ നമുക്ക് കോഴി പൊരിച്ചെടുക്കാം. അങ്ങനെ ഞാനിതാക്കണ കോഴിയൊക്കെ അങ്ങനെ നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കഞ്ഞിൻ്റെ വെള്ളം താളിച്ചുമ്പോണ്ടല്ലോ, മുരിങ്ങയാണെങ്കിലും തക്കാളി ആണെങ്കിലും വപ്പടാണെങ്കിലും ചീരയാണെങ്കിലും എന്ത് താളിച്ചാണെങ്കിലും തെളി ഊറ്റിയിട്ട് അതിൻ്റെ അടി ഉണ്ടല്ലോ ഊറിക്കണത് അതിൽ താളിച്ചണം. അപ്പോഴേ നമ്മൾ താളിപ്പോൾ ഒരു കുണസുണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു പച്ചവെള്ളത്ത് താളിച്ച മാതിരി ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കാട്ടൽ കേട്ടോ. അങ്ങനെ ഇതാക്കണേ, കോഴിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ മുരിങ്ങ താളിച്ചാൻ വെളിച്ചെണ്ണ കുറച്ചും കൂടി ഉറ്റിച്ച് കൊടുത്തിക്കണേ. പിന്നെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മളിതാക്കണേ, നമ്മളെ കഞ്ഞിൻ്റെ വെള്ളമാണ് പാർന്ന് എടുത്തുക്കണേ. നമ്മളെ മലപ്പുറംകാരുടെ സ്വന്തം ചാറ്. ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ 2 ഇല്ലി മുരിങ്ങ കണ്ടുപിടിച്ചിട്ട് താളിച്ചാൽ മതി. ഒരു മീൻ പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുസാലായി. പിന്നെ അതിക്കൊരു നാരങ്ങച്ചാറും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട.
അപ്പം അങ്ങനെ ഇതാക്കണേ ഒരു മീൻ പൊരിച്ചതും പിന്നെ ഒരു ഉപ്പേരിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല. പിന്നെ ഇപ്പം നമ്മളെ പെരയിലുണ്ടായ വൈതലിങ്ങൊക്കെ അല്ലേ അതിങ്ങനെ വെച്ച് നിന്നായാൽ നാസാക്കി കളയണ്ടല്ലോ. അപ്പോൾ ഇതാക്കണേ ചൂടില്ലേ കഞ്ഞിൻ്റെ വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ലോണം പെട്ടെന്ന് തിളച്ചിട്ടും. പിന്നെ മുരിങ്ങട്ട് കാണ്ട് നല്ലോണം ഒന്നും തിളപ്പിച്ച് കാണ്ട് ഇതാക്കൊന്നും വേണ്ട. ഒന്ന് തള വന്നിട്ട് പിന്നീട് മൂടച്ചാൽ മതി. അതിൽ കിടന്നിട്ടാണ് വെന്തോളും നമ്മളെ മുരിങ്ങ കേട്ടോ. ഇങ്ങനെ വെട്ടി തിളപ്പിച്ച് വേവിച്ചേണ്ടെന്ന് ഒരാവശ്യമല്ല കേട്ടോ നമ്മളെ മുരിങ്ങ. അങ്ങനെ ഇതാക്കണേ മുരിങ്ങയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെക്കണുണ്ട്. ഇനി നമുക്ക് മൂടിയൊക്കെ ഗ്യാസ് ആണ്ട് ഓഫാക്കും ചേച്ചാൽ. അങ്ങനെ ചാറായി, ഉപ്പേരിയായി, ചോറായി, കോഴി പൊരിച്ചതുമായി. അപ്പം ഇനി സനുവിനും മിനുട്ടിക്കും സ്കൂൾക്ക് കൊണ്ടാകാനുള്ളത് ഞാൻ എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഓർക്ക് എല്ലും കഷ്ണമൊന്നും ഇല്ലാത്ത നമുക്ക് എല്ലില്ലാത്ത കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ അത് അവിടെ പൊറുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 കണ്ടം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാക്കണം ഈ 2 അല്ല 3 ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി കുട്ടികളാരെങ്കിലുമൊക്കെ ചോറ് വെച്ചുമ്പോൾ ഉണ്ട് വെച്ചെങ്കിൽ ഓർക്കും കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ ഒരു 3 കണ്ടം കോഴി 2 ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഒരാൾക്ക് തോന്നി ഒരാൾക്ക് കുറച്ചൊന്നും പറയാനൊന്നുമില്ല. ചിലപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ തുറന്ന് നോക്കും കേട്ടോ. ഇച്ച് 2 ഉള്ളൂ അല്ലെങ്കിൽ ഓക്ക് 3 ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തല്ലുകൊള്ളും. അതേ പറഞ്ഞ മാതിരിയാണ് കേട്ടോ. മുട്ടയൊക്കെ ആണെങ്കിലും പൊരിച്ചാണെങ്കിലും മുറിച്ച് കൊടുത്താൽ പറയും ഇഞ്ച ചെറിയതാണ് അറിയും. അങ്ങനെയൊക്കെ പറയട്ടോ. അപ്പോൾ ഇത് വേണ്ട എഴുതിയിട്ട് 2 ഒരേമാതിരി ആക്കിക്കണേ. അതിന് നമ്മളെ കുട്ടിക്കുള്ള ചോറ് ഇതാക്കണം ഞാൻ വെട്ടപ്പാത്രത്തിലാക്കണുണ്ട്. നമ്മളെ മുരിങ്ങയൊക്കെ ഇതാക്കണേ വെന്തിക്കണം കേട്ടോ. അപ്പോൾ വലിയ കയ്യിലെടുത്താൽ മതി ഇനി ഇങ്ങനെ തോന്നി പിന്നെ കേട്ടോ. പിന്നെ ഓനിഷ്ടമാണ് കേട്ടോ പിന്നെ മുരിങ്ങൻ്റെ ഇല. അങ്ങനെ ഇതാക്കണേ ഓനില്ല പാത്രത്തിൽ ചോറാക്കി. പിന്നെ ഓനും തന്നെ 2-3 കണ്ടം 3-4 കണ്ടുണ്ട് കേട്ടോ ഓനും കൂട്ടാനാക്കി. പിന്നെ ഞാൻ അപ്പോൾ ഓനോട് ചോദിച്ചു ഞാൻ വൈതലങ്ങ ഉപ്പേരി വേണോ. അപ്പോൾ പറഞ്ഞ മാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓൻ ഇതാക്കണേ അച്ചാറും ആക്കി കൊടുത്തു. അപ്പം അങ്ങനെ ഓൻ്റെ ചോറ്റും പാത്രം സെറ്റായിട്ടോ. അങ്ങനെ ഓനെയും പറഞ്ഞേക്കണം മറ്റോരെയും പറഞ്ഞേക്കണം. അങ്ങനെ കുട്ടികളെയൊക്കെ പറഞ്ഞയച്ചിട്ട് നമ്മളിതാക്കണേ അകടിച്ചോരി തുറക്കണം, കുളിച്ചണം, തിരുമ്പണം ഒക്കെ പണിയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമ്മളിതാക്കണേ തുറക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അടിച്ചോരി കഴിഞ്ഞു ഇനി തുറക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇനിയും കാണാം. ഒരു വീഡിയോസും കൂടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിക്കണേ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടണ്ട്. ഇല്ലെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെയും കൂടിയൊക്കെ ഇടാൻ പറ്റുമെന്ന് തോന്നണം കേട്ടോ. ഇപ്പം നമുക്ക് നമ്മളെ ഭാഗ്യം പോലെ വരുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പം എന്താ പറയാനല്ലേ, പിന്നെ ഒന്നും പറയാനല്ല എനിക്ക്. എന്നതാക്കണേ ഞാനും കൂടിയും ചോറ് വെച്ചാണ് കേട്ടോ. പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിർത്താം കേട്ടോ. അപ്പോൾ അതാക്കണേ ഞാൻ വൈതലങ്ങ ഉപ്പേരി ഇട്ടിക്കണേ എന്ന മാതിരി നമ്മളെ മുരിങ്ങ താളിപ്പും പാർന്നിക്കണം കേട്ടോ. മുരിങ്ങ താളിപ്പ് കുറേ പാർന്നിക്കണം കേട്ടോ. നിറച്ച് വേണം. ഇപ്പോൾ കുറച്ച് അച്ചാറും കൂടിയൊക്കെ കൂട്ടി കുഴച്ച് തിന്നുമ്പോൾ അത് പ്രത്യേക രസമാണ് കേട്ടോ. നാരങ്ങ അച്ചാറാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതില്ല മാങ്ങയുള്ളൂ. അപ്പോൾ മാങ്ങ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.